ശ്രീ. ആ വിളിയിൽ അവളൊന്ന് ഞെട്ടി. അതിനെ അവഗണിച്ചുകൊണ്ട് അവൾ മുൻപോട്ട് നടന്നു. പക്ഷേ അപ്പോഴേക്കും അവളുടെ കയ്യിൽ മറ്റൊരു കൈ പതിഞ്ഞിരുന്നു. വിട്. എന്താ ശ്രീ ഇങ്ങനെ? നീ വിട്. ഞാനല്ലേ, വേറെ ആരുമല്ലല്ലോ. നിങ്ങളെൻ്റെ ആരുമല്ല. അല്ലേ? അല്ല അല്ല അല്ല. എന്താ എൻ്റെ ശ്രീയെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന ആളല്ലേ ഞാൻ. ദേവമംഗലത്തെ ദേവനല്ല, വേറെ ഏത് രാജകുമാരൻ വന്നാൽ പോലും എനിക്കൊരു ജീവിതം വേണ്ട. അതെന്താ മോളെ അങ്ങനെ പറയണേ? അവൻ്റെ കൈകൾ അവളിൽ വീണ്ടും മുറുകിയിരുന്നു. ഒരു രക്ഷയ്ക്കെന്ന വണ്ണം അവൾ ചുറ്റും നോക്കി. ആ വഴിയിൽ ആരുമില്ല, ഒന്നും കാണുന്നുമില്ല. അസ്തമിച്ചു പോയ അവളുടെ പ്രതീക്ഷകളെ വീണ്ടും ഒരു ചെറുവെളിച്ചം പരത്തിക്കൊണ്ട് അങ്ങ് ദൂരെ നിന്ന് ഒരു ബൈക്ക് അവരെ ലക്ഷ്യമാക്കി വരുന്നു. അവൾ കണ്ടു. അടുത്ത് വന്ന് നിന്നപ്പോഴാണ് അത് കാശിയാണെന്ന് പാർവതിക്ക് മനസ്സിലായത്. ബൈക്ക് സൈഡിലാക്കി അവൻ അവരുടെ അടുത്തേക്ക് നടന്നു. ഇതെന്താ, തട്ടിക്കൊണ്ടു പോകാൻ നോക്കുവാണോ? ഈ ആരാടാ ഇതൊക്കെ ചോദിക്കാൻ? വരുത്തനാണല്ലോ. വരുത്തനൊന്നുമല്ല സാറേ, നമ്മളൊക്കെ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ടീംസാണ്. എന്താ, ദേവമംഗലത്തെ ദേവന് എന്നെ അത്ര പിടിച്ചില്ല എന്നുണ്ടോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ നിന്റെ കാര്യം നോക്ക്. അതൊക്കെ നോക്കാം, നീ ആദ്യം ആ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് വിട്. കണ്ടോ, അതിപ്പോൾ കരയാറായിട്ടുണ്ട്. കാശി പാർവതിയെ നോക്കിയാണ് അപ്പോൾ പറഞ്ഞത്. വിട്. പാർവതിയുടെ കൈകളിലുള്ള ദേവൻ്റെ കൈകൾ പിൻവലിപ്പിച്ചുകൊണ്ട് കാശി തട്ടിമാറ്റി. കൈവിട്ട ഉടനെ കുപ്പിവളകൾ കൊണ്ട് പോറിയ അവളുടെ കൈകളിലുള്ള മുറിവിനെ അവൾ സൂക്ഷിച്ചു നോക്കി. തൻ്റെ ശരീരത്തിലെ നീറ്റലിനേക്കാളും അവളുടെ മനസ്സ് നീറുന്നുണ്ടായിരുന്നു. പൊക്കോ നീ. പിന്നെ നാളെ നേരത്തെ വരണം, ഓർമ്മയുണ്ടല്ലോ. മോളെ കൊണ്ട് കോവിലിൽ പോകാനുള്ളതാണ്. നീ പോകുമോ? കൊണ്ടാക്കണോ? വേണ്ട. ഒരുപാട് ദൂരമുണ്ടോ? ഇല്ല, ഇവിടെ അടുത്താണ്. എന്നാൽ നീ വിട്ടോ, ഞാൻ ഈ നിൽക്കുന്ന മുതലിനെ ഒന്ന് നന്നായി പരിചയപ്പെടട്ടെ. കാശിയെ നോക്കി തലയാട്ടിക്കൊണ്ട് അവൾ മുൻപോട്ട് നടന്നു. ഈ സമയം ദേവൻ്റെ കണ്ണിൽ നിന്നുള്ള തീജ്വാലകൾ കാശിയെ ചുട്ടെടുക്കാൻ പാകത്തിന് അത്ര ശക്തിയുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ഇരുവരുടെയും ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. മച്ചാ, ഡാ മച്ചാ. ഏയ്. പരസ്പരം ഇറുക്കെ കെട്ടിപ്പിടിച്ചു. എന്തൊക്കെയാണ് ഈ ആൾക്കാരെയൊക്കെ വഴിയിൽ തടഞ്ഞു നിർത്തി പീഡിപ്പിക്കാൻ നോക്കുന്നു? ഒന്ന് പോടാ. അതൊക്കെ പോട്ടെ, നീ എപ്പോൾ നാട്ടിൽ വന്നു? ഇന്നലെ രാത്രി വന്നടാ. നീ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അതെങ്ങനെയാ? ഇടയ്ക്കൊക്കെ FBയിലൊക്കെ ഒന്ന് കയറ്. എത്ര വട്ടം നിന്നെ വിളിച്ചു, ആരറിയാൻ? അല്ലാതെ വിളിച്ചാൽ കോൾ എടുക്കില്ലല്ലോ. എടുക്കാനൊന്നുമില്ല, സ്വിച്ച് ഓഫാണ്. ആ, കുറച്ച് സ്ഥലക്കച്ചവടമെല്ലാം വന്ന് ചാടിയിട്ടുണ്ട് മച്ചാ. ഇതെൻ്റെ പ്രൈവറ്റ് മൊബൈലല്ലേ. കച്ചവടമൊക്കെ ആയപ്പോൾ ഈ ഫോണാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആയപ്പോൾ മറ്റേ ഫോൺ ഓഫായി. നിനക്ക് ഓരോന്നിനും പറയാൻ ന്യായമുണ്ടല്ലോ. എന്താടാ, മൊടയാണോ? പിന്നല്ലാതെ. എൻ്റെ കയ്യിലോട്ട് നോക്ക്, കൊന്നുകളയും ഞാൻ. നിന്റെ ഏറ്റവും വലിയ ചങ്ങാതിയാണ് ഞാനും എന്നല്ലേ പറയുന്നത്? അങ്ങനെ ഈ ചങ്ങാതിയുടെ കൈകൊണ്ട് മരിക്കാൻ യോഗമെങ്കിൽ അങ്ങ് മരിക്കട്ടെ. കൊല്ലടാ. അയ്യടാ. എന്നിട്ട് ഞാൻ ജയിലിൽ പോകാൻ. അപ്പോൾ എൻ്റെ അമ്മുവിന് പിന്നെ ആര് നോക്കും? ഞാൻ നോക്കിക്കോളാം. പിന്നെ ശ്രീയും. ശ്രീയോ? അതാരാ? ഡാ, മറന്നോ നീ? ഓ, നിന്റെ ഭാവി കെട്ടിയവൾ. ആ, അത് തന്നെ. എന്തായാലും ഈ ലീവിന് കാണണമെന്ന് കരുതിയാ വന്നത്. ഇപ്പോൾ കണ്ടല്ലോ. ആര്? അവളെയല്ലേ നീ എൻ്റെ അടുത്ത് നിന്ന് ദേവദൂതനെ പോലെ രക്ഷിച്ചു വിട്ടത്. ആര്? പാർവതിയോ? അത് തന്നെ. എടാ, അവൾ വീട്ടുജോലിക്ക് നിൽക്കുന്നത്, മോളെ നോക്കുന്നത് അവളാ. അതൊക്കെ എനിക്കറിയാം. എൻ്റെ കൂടെ വരാൻ 1000 വട്ടം ഞാൻ പറഞ്ഞതാ. അവളോട് റാണിയെപ്പോലെ ഞാൻ നോക്കും. പക്ഷേ ആര് കേൾക്കാൻ? അവൾക്ക് എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. എല്ലാം ഞാൻ ശരിയാക്കാം, നീ എൻ്റെ കൂടെ നിന്നാൽ മതി. അതാടാ ഒരു പ്രതീക്ഷ. നീ വീട്ടിലോട്ടല്ലേ? വാ, കയറ്. അങ്ങോട്ടാ ഞാനും. ഇന്ന് ഞാൻ അവിടെയാ കൂടുന്നേ. അമ്മ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അയ്യടാ, നമ്പൂരി ചെക്കൻ്റെ ആർത്തി നോക്ക്. പോടാ. ദേവനെ നോക്കി ചിരിച്ചുകൊണ്ട് കാശി ബൈക്ക് മുന്നോട്ടെടുത്തു. പാർവതിയുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ അവളുടെ വീട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. സമയം പാർവതി വീട്ടിലെത്തിയിരുന്നു. അമ്മൂമ്മേ, വന്നോ? എൻ്റെ മോളെ, എന്താ താമസിച്ചത്? കുറച്ച് താമസിച്ചു അമ്മൂമ്മേ. മനയിലെ ഒരു കൊച്ചുകുട്ടിയുണ്ട്, അതിനെ നോക്കണം. കയ്യിലുണ്ടായിരുന്ന സഞ്ചി മേശപ്പുറത്തേക്ക് വെച്ച് പാർവതി അമ്മയുടെ അടുത്തേക്ക് നടന്നു. അമ്മേ, അമ്മേ.
പാർവതിയെ നോക്കാതെ പടിവാതിൽക്കൽ ദൂരേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവൾ. വാ, എഴുന്നേൽക്ക്, എന്തെങ്കിലും കഴിക്കാം. എൻ്റെ മോളെ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അമ്മേ, എന്താ ഒന്നും കഴിക്കാത്തേ? മുറിയിലേക്ക് ചെന്ന് മാറാനുള്ള വസ്ത്രങ്ങളും എടുത്ത് ടോയ്ലറ്റിൽ സുരഭിയെ കൊണ്ട് ചെന്ന് കുളിപ്പിച്ച ശേഷം വയറ് നിറയെ ചോറ് കൊടുത്ത് ഉറക്കിയിരുന്നു പാർവതി. അവളെ ഉറക്കത്തിൽ എന്നത്തെയും പോലെ ആ ഓടക്കുടയിലും കെട്ടിപ്പിടിച്ചാണ് അവളുടെ ഉറക്കം. ഉറക്കം വരാതെ പാർവതി തൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളെയും ഓർത്തുകൊണ്ട് അങ്ങനെ കിടന്നു. പതിയെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഈ രാത്രി അവൾക്ക് കൂടിയായി ആ ശബ്ദം മാത്രമേ കൂടെയുണ്ടായിരുന്നുള്ളൂ. ചിക് 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 ചിക്. ഈ സമയം മറ്റൊരിടത്ത് മദ്യസേവ കൂടുകയായിരുന്നു. ആ ഇണപിരിയാത്ത കൂട്ടുകാർ. ഡാ അളിയ, എന്താ? ആ പെണ്ണില്ലേ പാർവതി? അവൾക്ക് എന്താടാ പറ്റിയേ? അവൾക്ക് എന്ത് പറ്റാനാടാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ പറ. അവൾക്ക് വീട്ടിൽ ആരുമില്ലേ? ഉണ്ടടാ, ഒരു അമ്മൂമ്മയും അമ്മയും. അമ്മയുടെ കൂട്ടുകാരിയാണ് അവളുടെ അമ്മയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ അതെ, എൻ്റെ അമ്മയും നിൻ്റെ അമ്മയും പാർവതിയുടെ അമ്മയും ഒക്കെ ഒരുമിച്ചാ പഠിച്ചത്. അതൊക്കെ എപ്പോൾ? മിനിഞ്ഞാന്ന്. ഒന്ന് പോടാ. അവളുടെ വീട്ടിൽ 3 പേരേ ഉള്ളൂ. അച്ഛനെവിടെ? അതൊക്കെ വലിയ കഥയാ. കഥ? ബെസ്റ്റ് രാത്രി. കുപ്പി, കഥ, പിന്നെ ടച്ചിങ്സ്. നല്ല കോമ്പിനേഷൻ. നീ പറ, ഞാനിപ്പോൾ കേൾക്കാൻ നല്ല മൂഡിലാ. എടാ, ഇവളുടെ അച്ഛനും അമ്മയും പ്രേമിച്ചു. അതിനൊക്കെ പിന്താങ്ങി നിന്നത് നമ്മുടെ വീട്ടുകാരും. നിനക്ക് ഓർമ്മയില്ലേ വേണുമാഷേ? ഇല്ലടാ. എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. നമുക്കപ്പോൾ ഒരു 6 വയസ്സ് കാണും. നിന്റെ അച്ഛനും എൻ്റെ അച്ഛനും ആൽമരച്ചോട്ടിലിരിക്കുമ്പോൾ വേണുമാഷ് അങ്ങോട്ട് വരുമായിരുന്നു. നിന്നെ വലിയ ഇഷ്ടമായിരുന്നു. എന്തു പറയാനാ, വിധി അതായിരിക്കും. പാർവതിയെ ഗർഭിണിയിരിക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ അമ്പലച്ചിറ അതിൽ ആത്മഹത്യ ചെയ്തു. എന്നിട്ട് എന്തു പറ്റിയടാ? പറ. എന്തു പറയാനാ, അവരെ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. അതുകൊണ്ട് നാണക്കേട് സഹിച്ച് അവളെ പ്രസവിച്ച്. മാഷ് മരിച്ചപ്പോൾ തൊട്ട് മാനസികമായി തളർന്നതാണ് പാർവതിയുടെ അമ്മ. പിന്നെ പതിയെ പതിയെ സമനില തെറ്റി. അവർക്കിപ്പോൾ കൂട്ടുള്ളത് സമനില തെറ്റിയ അമ്മയും ആ വയസ്സിൽ തള്ളയും ഒരു അമ്മാവനും അമ്മായിയുമുണ്ട്. അവളുടെ ചോരയൂറ്റി കുടിക്കാൻ പോകുന്ന 2 രക്ഷസുകൾ. ഇത്രയൊക്കെ നടന്ന വീട്ടിൽ നിന്നാണോ നീ കെട്ടാൻ പോകുന്നേ? അതിനെന്താണ്? സന്തോഷം എന്താണെന്ന് അറിയാത്ത പെണ്ണാണ്. എൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ദുഃഖം എന്താണെന്ന് അവളെ അറിയിക്കരുത്. ഒരുപാട് കാലം ജീവിക്കണം. നീയാണെങ്കിൽ അങ്ങനെ ഇരിക്കില്ലേ? അങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു പെണ്ണില്ലടാ. കാശി, നീ പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുവാണോ? മായ, അവൾ പോയില്ലേ? പോയത് നന്നായി എന്നേ ഞാൻ പറയത്തുള്ളൂ. ചതിച്ചു. എടാ, നീ അതൊക്കെയൊന്ന് വിട്. ചതി, അത് ചതി തന്നാടാ. കൂടെ നിന്ന് ചതിക്കുന്നതുണ്ടല്ലോ. വിട് മോനെ, നീ വാ. അമ്മ ആഹാരം കൊണ്ട് കാത്തിരിക്കുകയായിരിക്കും. ഹായ്. അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല ചുട്ട ചിക്കൻ കഴിച്ചിട്ട് അവർ 2 പേരും തോട്ടുവക്കത്ത് നിന്നും മുന്നോട്ട് നടന്നു. ഈ സമയം തൻ്റെ തലവര മാറാൻ പോകുന്നതൊന്നും അറിയാതെ സുഖനിദ്രയിലായിരുന്നു പാറു.